നമസ്കാരം. രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള എം ആയ ജോൺ ബ്രിട്ടാസിനെ ലുങ്കിവാല എന്ന് വിളിച്ച് കളിയാക്കിയ BJP നേതാവ് സുഷ്മിത ദേവ് ലുങ്കിവാല ലുങ്കിവാല എന്ന് രാജ്യസഭയിൽ നിരന്തരം വിളിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, സുഷ്മിത ദേവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം പറഞ്ഞതെന്നറിയില്ല. എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് വൺ നേഷൻ വൺ എലക്ഷൻ എന്നുള്ള സാധനമൊന്നുമല്ല. വൺ നേഷൻ വൺ കൾച്ചർ, വൺ നേഷൻ വൺ ലാംഗ്വേജ് എന്നുള്ള ഒറ്റ പോളിസിയാണ്. വൺ നേഷൻ വൺ റിലീജിയൻ എന്നുള്ള ഒരു പോളിസിയിലൂടെ പലപ്പോഴും BJP ഒരു ഏകാധിപത്യ പ്രവണതയിലോട്ട് പോകുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 28ഓളം സംസ്ഥാനങ്ങളുള്ള 8ഓളം കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ള ഏകദേശം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഏകദേശം 500ഓളം ഭാഷകൾ സംസാരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ മലയാളം തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. മലപ്പുറത്ത് സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല കോഴിക്കോട്, അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ് വളരെ വ്യത്യസ്തമാണ്. സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. ഇത് ഞാനൊരു വടക്കൻ കേരളത്തിൻ്റെ കഥ മാത്രം പറഞ്ഞതാണ്. ഇതേ കാര്യം തന്നെ മധ്യ കേരളത്തിലോട്ട് വരുമ്പോൾ പാലായിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ കോട്ടയത്ത് സംസാരിക്കുന്ന ഒരു മലയാളമായിരിക്കില്ല പലപ്പോഴും അർബൻ ഏരിയയായ എറണാകുളത്ത് സംസാരിക്കുക. എറണാകുളത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കോട്ടയത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പത്തനംതിട്ട, അവിടുത്തെ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഏറ്റവും താഴെ കിടക്കുന്ന കൊല്ലം ജില്ലയും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അങ്ങേയറ്റം താഴെ കിടക്കുന്ന തിരുവനന്തപുരമൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ജില്ലയ്ക്കും ഓരോ തരത്തിലുള്ള ലാംഗ്വേജും അതിൻ്റെ സ്ലാങ്ങും വരുന്നു. മാത്രമല്ല വേഷവിധാനങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ലുങ്കി, നോർത്ത് ഇന്ത്യൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ധോത്തി എന്നവർ പറയും. ഇത് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. തമിഴ്നാട്ടിലും ഏറെക്കുറെ ഇത് തന്നെയാണ്. നമ്മൾ എടുക്കുന്ന സ്റ്റൈലിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കർണാടകയിലും ഈ സാധനം കാണാൻ പറ്റും. അതുപോലെ തന്നെ ആന്ധ്രയിലും ചില പ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റും. തെലുങ്കാനയിലും കാണാൻ പറ്റും. ഭാഷയിലും തന്നെ നമുക്ക് കേരളത്തിൽ വലിയ ഉറുദു സംസാരിക്കാൻ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിംസ് എല്ലാം ഉറുദു സംസാരിക്കും. കേരളത്തിൽ മുസ്ലിംസ് മലയാളം ഭാഷയായിട്ടേ സംസാരിക്കാറുള്ളൂ. ഉറുദു അങ്ങനെ ആരും സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഭാഷയിൽ വളരെ വ്യതിയാനം നമുക്ക് കാണാൻ പറ്റും. ഭാഷ, സംസ്കാരം, ഫുഡ്, എല്ലാ തരത്തിലും. ഇപ്പം ഓരോ സ്ഥലത്തും ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ചായിരിക്കും അവരുടെ വസ്ത്രവ്യതിയാനങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുക. കാരണം അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ, അവിടുത്തെ ഹില്ലി ഏരിയ, ടറൈൻ, ഇക്കാര്യങ്ങളെല്ലാം അനുബന്ധമായിട്ടായിരിക്കും അവരുടെ വേഷവ്യതിയാനങ്ങളും അവരുടെ കൾച്ചറും എല്ലാം രൂപീകരിക്കുന്നത്. അപ്പോൾ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇത്രത്തോളം വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ക്വാമി ഏക്ത എന്നറിയപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും മോദി പോലും നടത്തിയിട്ടുണ്ട് ഈ പരിപാടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സുഷ്മിത ദേവ് എനിക്ക് തോന്നുന്നു മുമ്പ് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ആളായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ മമതാ ബാനർജിയുടെ പാർട്ടിയിലോട്ട് പോകുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് BJPയിലോട്ട് പോയത് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ സംസ്കാരശൂന്യമായ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മയാണ് പലപ്പോഴും BJP എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ ബില്ലിന്മേൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ നേതാവായ അല്ലെങ്കിൽ കേരളത്തിലെ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസ്. അന്ന് അദ്ദേഹം മുണ്ട് ധരിച്ചാണ് അവിടെ രാജ്യസഭയിൽ എത്തിയിരുന്നത്. അവരെയാണ് BJP ലുങ്കിവാല ഒരു ചർച്ചയ്ക്ക് മേൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നിരന്തരമായി പരാമർശിക്കുന്നത്. ഇത് പിന്നെ വ്യക്തിപരമായ അധിക്ഷേപം, എനിക്ക് തോന്നുന്നു വ്യക്തിപരം എന്നുള്ള വാക്കിലുപരി മൊത്തം സൗത്ത് ഇന്ത്യക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡൈവേഴ്സിഫൈയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. കാരണം അവർക്കറിയില്ല ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ, ഒരു ദേശം, ഇത്ര മാത്രമേ ഉള്ളൂ. വൺ നേഷൻ എന്നുള്ളത് കൃത്യമാണ്. നമ്മളെല്ലാവരും പല സ്റ്റേറ്റുകൾ ചേർന്ന യൂണിയൻ ടെറിട്ടറി ചേർന്ന നമ്മളെ രാജ്യമാണ് ഇന്ത്യ. ഏകദേശം 32,87,263 ചതുരശ്ര കിലോമീറ്റർ വിശാലമായ ഇന്ത്യ. അതിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, സിഖ് ഉണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, എല്ലാ മതക്കാരും ഉണ്ട് അവിടെ. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവരെ ഭക്ഷണത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യാന്നേ ഉള്ളൂ. ചില ആൾക്കാർ ബീഫ് കഴിക്കും, ചില ആൾക്കാർ ബീഫ് കഴിക്കില്ല, ചില ആൾക്കാർക്ക് പ്യൂർലി നോൺ വെജ് ആയിരിക്കും, ചില ആൾക്കാർ വെജ് ആയിരിക്കും. ഇതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അവരുടെ കൾച്ചർ വളരെ വ്യത്യസ്തമാണ്. അതിനെ റെസ്പെക്ട് ചെയ്യുന്നതിന് പകരം അവരെ എന്താ പറയുക, വ്യക്തിപരമായി കളിയാക്കുക അല്ലെങ്കിൽ അവരുടെ മൊത്തം കൾച്ചറിനെയും കളിയാക്കുക. ഇത് BJPക്ക് മാത്രം ചേർന്ന അല്ലെങ്കിൽ പിന്നെ BJP വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറയണം അല്ലെങ്കിൽ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. അല്ലാത്ത പക്ഷത്തോളം BJP എക്കാലത്തും എനിക്ക് തോന്നുന്നില്ല മാപ്പ് പറയുന്നുള്ളൂ. കാരണം ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഭരണകക്ഷിയായ BJPയുടെ പല നേതാക്കന്മാരും രംഗത്തെത്തിയത്. എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് തോന്നിക്കാനുള്ളത് സുരേഷ് ഗോപി എന്ത് പറയും എന്നുള്ളതാണ്. കാരണം അദ്ദേഹമാണല്ലോ പലപ്പോഴും കേരളത്തിൻ്റെ യഥാർത്ഥ കേരളീയൻ താനാണെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ലേബലെല്ലാം ഡ്രസ്സിൻ്റെ ഒരു സൈഡിൽ വെച്ചുകൊണ്ട്
ഓണത്തിന് പലതരത്തിലുള്ള വ്യത്യസ്തമായ ഡ്രസ്സുകളെല്ലാം അടിച്ച് രംഗത്ത് വരുന്നത്. യഥാർത്ഥ സ്നേഹം അദ്ദേഹത്തിന് കേരളത്തോടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തോടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ബി ജെ പിയുടെ ഈ നേതാവിനെതിരെ കൃത്യമായ മറുപടി ലോക്സഭയിലെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് സുരേഷ് ഗോപിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നിരുന്നാൽ പോലും ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. മാത്രമല്ല രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് നേരിട്ട ഈ വ്യക്തിഹത്യക്കെതിരെ പല എം പിമാരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ എം പിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ അംഗങ്ങൾ എല്ലാവരും ജോൺ ബ്രിട്ടാസിന് ഈ പറഞ്ഞ പോലെ ജാതി മത രാഷ്ട്രീയ വർഗ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. കാരണം അറ്റ് ദ എൻഡ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കുള്ളിൽ നമ്മൾ കേരളക്കാരാണ്. കേരളത്തിനുള്ളിൽ നമ്മൾ വ്യത്യസ്ത ജില്ലക്കാരാണ്. ആ ജില്ലക്കുള്ളിൽ നമ്മളൊരു പ്രത്യേക മണ്ഡലക്കാരാണ്. ആ മണ്ഡലത്തിൽ നമ്മൾ പ്രത്യേക പഞ്ചായത്തിലെ ആളാണ്. ആ പഞ്ചായത്തിനുള്ളിൽ നമ്മൾ പ്രത്യേക ഒരു വാർഡിലായിരിക്കും അറിയപ്പെടുന്നത്. അതിൽ തന്നെ നമ്മൾ പ്രത്യേക ബൂത്തിലായിരിക്കും. അപ്പം ഇത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു രാജ്യത്തെ മൊത്തം സൗത്ത് ഇന്ത്യ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് സുഷ്മിത ദേവ് ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ BJP ഈ വിഷയത്തിൽ എന്തായാലും സുരേഷ് ഗോപിയെ കൊണ്ടെങ്കിലും കേരള നേതൃത്വം വലിയ എന്താ പറയുക, എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം എന്ന് പറഞ്ഞൊരു സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ഉള്ള സ്റ്റേറ്റ് കൂടിയാണ്, BJPക്കുള്ള സ്റ്റേറ്റ് കൂടിയുള്ളതാണ് നമ്മൾ കേരളം എന്നറിയപ്പെടുന്നത്. അപ്പം ആ മുണ്ട് മടക്കി കുത്താൻ അറിയുന്ന മഹാനായ വിദ്വാനെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒരു മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കൊടുക്കുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും മുണ്ടെടുക്കാനോ മുണ്ട് മടക്കി കുത്താനോ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവൻ മലയാള ഭാഷ പോലും നേരെ സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അദ്ദേഹം കളിച്ചു വളർന്നത് ഒരുപക്ഷെ കർണാടകയിലെ പല ഭാഗത്തായിരിക്കാം. അതുകൊണ്ട് മലയാളത്തിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം കുറവുണ്ടായിരിക്കാം. അതൊരു പ്രശ്നമല്ല. കാരണം അദ്ദേഹം പഠിച്ചത് ഇട്ടാറൈൻ എന്ന് പറയുന്നത് കർണാടകയിലോ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം. സ്വാഭാവികമാണ്, അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് മറ്റ് ഭാഷകളായിരിക്കും കൈവശം കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ ഭാഷ പറയട്ടെ. പക്ഷേ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന് കൂടി ജന്മനാടായ കേരളത്തിലെ ഇത്തരത്തിൽ BJP ആക്ഷേപിക്കുമ്പോൾ മറുപടി പറയുക എന്നുള്ളത് BJP MP എന്നുള്ളത് നിലയ്ക്ക് സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖറിനും കടമയുണ്ട്. കാരണം അവരുടെ കൂടി സ്റ്റേറ്റാണ് കേരള എന്നറിയപ്പെടുന്നത്. മാത്രമല്ല നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വ്യത്യസ്ത തരമായിട്ടുള്ള ഡ്രസ്സിങ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. നോർത്ത് ഈസ്റ്റ് പോയി കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തരാണ്. അരുണാചലിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിസോറാം നാഗാലാൻഡൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ, അവരുടെ കൾച്ചർ, അവരുടെ ഫുഡ് ഫെസ്റ്റിവൽ എല്ലാം വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതേ സാധനം തന്നെ മധ്യ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെല്ലാം അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് വളരെ വ്യത്യസ്തമാണ്. അവരുടെ ഡാൻസ് വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്കാരം, തമിഴ്നാടിൻ്റെ, കർണാടകയുടെ, തെലങ്കാനയുടെ എല്ലാവരും വളരെ വ്യത്യസ്തമാണ്. അതിനെ ബഹുമാനിക്കുക എന്നുള്ള കാഴ്ചപ്പാടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് തങ്ങളുടേതാണ് ശരി, തങ്ങൾ തന്നെ ആയിരിക്കണം എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എല്ലാവരും തങ്ങളത് സ്വീകരിക്കണം എന്നറിയപ്പെടുന്ന ഈ ഒരു ഏകാധിപത്യ പ്രവണത BJPയിലെ പല നേതാക്കന്മാർക്കുണ്ട്. അവർ ഈ സാധനം വെടിയണം. ഇതിന് കൃത്യമായ മറുപടി എന്തായാലും ഈ വിഷയം രാജ്യസഭാ സ്പീക്കർക്ക് മുമ്പിൽ പോയിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എല്ലാ കൾച്ചറിനെയും എല്ലാ ഭാഷയെയും അംഗീകരിക്കണമെന്ന് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും BJP അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഇല്ലെങ്കിൽ BJP അംഗീകരിപ്പിക്കാൻ അരയും തലയും മുറക്കി കെട്ടി തയ്യാറായിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.